ഇടുക്കി ജില്ലാ PSC ഓഫീസ് ആസ്ഥാനത്തിന് കെട്ടിട നിർമ്മാണ നടപടികൾ ഇഴയുന്നു. കെട്ടിട നിർമ്മാണത്തിനായി കട്ടപ്പന അമ്പലക്കവലയിൽ നഗരസഭ സ്ഥലം വിട്ടു നൽകിയിട്ട് 6 വർഷം. ബജറ്റിൽ ഉൾപ്പെടുത്തി 7.5 കോടിയുടെ ഭരണാനുമതി കഴിഞ്ഞ ജൂണിൽ ലഭിച്ചിട്ടും ഇതുവരെ യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. നിർദ്ദിഷ്ട സ്ഥലം കാടുകയറി നശിക്കുകയാണ്. സർക്കാർ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കട്ടപ്പനയ്ക്ക് തിലകക്കുറിയാകേണ്ട ജില്ലാ PSC ഓഫീസ് കെട്ടിടം നിർമ്മിക്കേണ്ട നിർദ്ദിഷ്ട സ്ഥലമാണിത്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമാക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 2018 നവംബർ 7-നാണ് PSCക്കായി 20 സെന്റ് സ്ഥലം നഗരസഭ അമ്പലക്കവലയിൽ വിട്ടു നൽകിയത്. പിന്നീട് വഴിക്കായും 2 സെന്റ് സ്ഥലം കൂടുതലും നൽകി. ബജറ്റിൽ ഉൾപ്പെടുത്തി ബഹുനില മന്ദിരം നിർമ്മിക്കുവാൻ 7.5 കോടി രൂപ അനുവദിച്ച് 2023 ജൂണിൽ ഭരണാനുമതി ലഭിച്ചതാണ്. എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാടുകയറി കിടക്കുന്ന സ്ഥിതിയാണ്. വാടക കെട്ടിടത്തിൽ തന്നെ തുടരുവാനായിരുന്നെങ്കിൽ നഗരസഭയുടെ സ്ഥലം PSC എന്തിന് ഏറ്റെടുത്തുവെന്നും സർക്കാർ അനാസ്ഥ അവസാനിപ്പിച്ച് ഉടൻ കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ഈ 6 വർഷക്കാലമായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലം മുഴുവൻ ഇപ്പോൾ കാട് കയറി ഇഴജന്തുക്കളുടെയും എല്ലാം കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യത്തിൽ PSCയും അതോടൊപ്പം തന്നെ സർക്കാരും വളരെ ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഉള്ള ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി പ്രതിദാനം ചെയ്യുന്ന ഈ നിയോജക മണ്ഡലത്തിലെ PSC ഓഫീസിന്റെ ഗതി ഇന്നത്തെ നിലയിലായിരിക്കുന്നതിൽ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഗവൺമെന്റിനും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4-ാം നിലയിലാണ് ജില്ലാ PSC ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 40-ലധികം ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. 200 പേർക്ക് ഒരേ സമയം പരീക്ഷ നടത്താവുന്ന ആധുനിക നിലവാരത്തിലുള്ള ഓൺലൈൻ പരീക്ഷാ ഹാൾ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുവാനാണ് ഭരണാനുമതി ലഭിച്ചത്. 4 നിലകളിലായി ഗസ്റ്റ് റൂം, ഇന്റർവ്യൂ ഹാൾ, റിക്രൂട്ട്മെന്റ് വിംഗ്, സർവീസ് വെരിഫിക്കേഷൻ വിംഗ്, എക്സാം സെക്ഷൻ, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവ കെട്ടിടത്തിൽ ഉണ്ടാകും. പാർക്കിംഗ് ഉൾപ്പെടെ ഇത്തരം വിപുലമായ സൗകര്യത്തോടെ ഉള്ളതാകും കെട്ടിടം എന്ന് പറയുമ്പോഴും കെട്ടിടം എന്ന് നിർമ്മിക്കുമെന്നതിന് ഒരു ധാരണയുമില്ല. സ്ഥലം ഏറ്റെടുത്ത ശേഷം അവിടെ അരമതിൽ കെട്ടി PSC വക സ്ഥലം എന്ന ബോർഡ് പതിച്ചിരുന്നു. ഇപ്പോൾ അതുമില്ല. സ്ഥലം വിട്ടു നൽകിയ നഗരസഭ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നും വാടക നൽകി പണം കളയാതെ അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കുവാൻ സർക്കാരും തയ്യാറാകണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. സ്ഥലം അനുവദിച്ച് നൽകിയതിനു ശേഷം അതിന് 7.5 കോടി രൂപ അനുവദിക്കുന്നു. അതിനുശേഷം ഭരണാനുമതി ലഭിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പണിയാതെ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇതിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിർമ്മാണം സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് പേപ്പർ വർക്കുകൾ കൂടി തീരാനുണ്ടെന്നാണ് PSCയുടെ വിശദീകരണം. വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികളും ഓഫീസിലെ ജീവനക്കാരും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കാടുകയറി ഇഴജന്തുക്കൾക്ക് വാസസ്ഥലമൊരുക്കാതെ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.